ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാതന തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വിചിത്രവും എന്നാൽ കേൾക്കുന്തോറും കൗതുകം തോന്നുന്നതുമായൊരു ദർശനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും ദുരൂഹമായ ചില രഹസ്യങ്ങൾ ഇതിലുണ്ട്. അവ ഓരോന്നായി നമുക്കിന്ന് ഡീകോഡ് ചെയ്യാം. വെളിപ്പാട് പുസ്തകത്തിലും എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുമൊക്കെ പറയുന്ന ആ ഒരു കാഴ്ച നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. 4 വ്യത്യസ്ത മൃഗങ്ങളുടെ മുഖങ്ങൾ, ശരീരം മുഴുവൻ നിറയെ കണ്ണുകൾ. ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടല്ലേ? സത്യത്തിൽ ഈ വിചിത്ര ജീവികൾ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. തിരുവെഴുത്തുകളിലെ ആ വിവരണം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവയുടെ ശരീരം മുഴുവനും മുതുകും കൈകളും ചിറകുകളും ചക്രങ്ങളും കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ചിത്രീകരണമാണിത്, അല്ലേ? വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഒരു രൂപം. ഇവയുടെ ആ ഒരു ശരീരഘടന നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 4 വ്യത്യസ്ത ജീവികളാണിവ. ഓരോന്നിനും 6 ചിറകുകൾ വീതമുണ്ട് കേട്ടോ. അവയുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തും മുഴുവനായി കണ്ണുകളാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? അവയ്ക്ക് 4 വ്യത്യസ്ത മൃഗങ്ങളുടെ മുഖങ്ങളാണുള്ളത്. വെറുതെയല്ല ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ സവിശേഷതയ്ക്കും പിന്നിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ഭാഗം 1. സിംഹാസനത്തിന്റെ കാവൽക്കാർ, ഒപ്പം അവരുടെ ദൗത്യങ്ങളും. ഇവയുടെ രൂപം എങ്ങനെയുണ്ടെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവർ വെറും കാവൽക്കാർ മാത്രമല്ല കേട്ടോ, ലോകാവസാന സംഭവങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നവരാണ്. ഒന്നാമതായി, ഇവർ നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നു. രണ്ടാമതായി, അവസാനകാലത്ത് എതിർക്രിസ്തുവിനെയും മറ്റു കുതിരക്കാരെയും ലോകത്തിലേക്ക് വിളിച്ചുവരുത്താൻ ഇവർ ഗർജിക്കുന്നു. മൂന്നാമതായി, ദൈവകോപത്തിന്റെ സുവർണ കലശങ്ങൾ ദൂതന്മാർക്ക് കൈമാറുന്നതും ഈ ജീവികളാണ്. ഈ വരികളിലെ ആ ഒരു തീവ്രത നിങ്ങൾ ശ്രദ്ധിച്ചോ? 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇടിമുഴക്കം പോലെയുള്ള ആ വിളി, അതായത് ആ എന്നുള്ള ആ ഒരു ശബ്ദം, അതാണ് എതിർ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കടന്നുവരാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. എത്രത്തോളം ശക്തിയുണ്ട ശബ്ദത്തിനെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ലോകാവസാനം എപ്പോൾ ആരംഭിക്കണം, എപ്പോൾ ആ മുദ്രകൾ പൊട്ടിക്കണം എന്നൊക്കെയുള്ള കൃത്യമായ സമയം തിരിച്ചറിയാനുള്ള അധികാരം ഈ ജീവികൾക്കുണ്ട്. സമയമറിയിക്കുന്ന സ്വർഗത്തിലെ ടൈം കീപ്പർമാരെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഭാഗം 2. 4 മുഖങ്ങളുടെ രഹസ്യം, ഒപ്പം സുവിശേഷ മാട്രിക്സും. ലോകാവസാനത്തിലെ ഇവരുടെ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി ഇതിലെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു പ്രതീകത്തിലേക്ക് നമുക്ക് വരാം. ഈ 4 മുഖങ്ങളും ബൈബിളിലെ 4 സുവിശേഷങ്ങളുമായും യേശുവിന്റെ 4 വ്യത്യസ്ത സ്വഭാവങ്ങളുമായും കൃത്യമായി യോജിക്കുന്നുണ്ട്. ശരിക്കും അത്ഭുതം തോന്നും. സിംഹം രാജാവിനെയും കാള ദാസനെയും മനുഷ്യൻ മനുഷ്യത്വത്തെയും കഴുകൻ ദൈവത്വത്തെയും കാണിക്കുന്നു. ഇത് എങ്ങനെയെല്ലാമാണെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം സിംഹത്തിന്റെ മുഖം തന്നെ എടുക്കാം. ഇത് മത്തായിയുടെ സുവിശേഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. യേശുവിനെ ഒരു വലിയ രാജാവായി കാണിക്കാനാണ് ഈ ജീവി മത്തായിക്ക് പ്രേരണ നൽകുന്നത്. അതുകൊണ്ടുതന്നെയാണ് യേശു ദാവീദ് രാജാവിന്റെ രാജകീയ വംശത്തിൽ ജനിച്ചവനാണെന്ന് സമർത്ഥിക്കാൻ മത്തായി തന്റെ സുവിശേഷത്തിൽ ഇത്രയധികം ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഇനി കാളയുടെ മുഖം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാള അല്ലെങ്കിൽ കാളക്കുട്ടിയുടെ പ്രതീകമാണ് നമ്മൾ കാണുന്നത്. കാള എന്ന് പറയുമ്പോൾ തന്നെ അധ്വാനത്തിന്റെ പ്രതീകമാണല്ലോ. ഇവിടെ രാജകീയ വംശാവലികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. മറിച്ച് മറ്റുള്ളവരെ സേവിക്കാൻ ഭൂമിയിലേക്ക് വന്ന ഒരു വിനീതനായ ദാസനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് മനുഷ്യന്റെ മുഖം. ഇത് ലൂക്കോസിന്റെ സുവിശേഷവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് മുതൽ അവൻ അനുഭവിക്കുന്ന സാധാരണ കാര്യങ്ങൾ, അവന്റെ ഭൂമിയിലെ ജീവിതം, ഇതിലൊക്കെയാണ് ഈ സുവിശേഷം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനമായി കഴുകന്റെ മുഖം. ഇത് യോഹന്നാന്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കഴുകൻ ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ യേശുവിന്റെ തികച്ചും സ്വർഗീയവും ദൈവീകവുമായ സ്വഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. മനുഷ്യനായി ഈ ഭൂമിയിലേക്കിറങ്ങി വന്ന ദൈവവചനത്തിന്റെ ദിവ്യത്വത്തെയാണ് കഴുകൻ പ്രതീകവൽക്കരിക്കുന്നത്. ഭാഗം 3. ആത്മീയ കാഴ്ചയുടെ ശക്തി, ഒപ്പം കണ്ണുകളുടെ അർത്ഥവും. അപ്പോൾ ആ 4 മുഖങ്ങളുടെ അർത്ഥമെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലേ?
ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ് ഈ പഠനത്തിലെ ഏറ്റവും വലിയ ദുരൂഹത. എന്തുകൊണ്ടാണ് ഈ ജീവികളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾ ശാരീരിക കാഴ്ചയും ആത്മീയ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ സാധാരണ കണ്ണുകൾ എന്താണ് കാണുന്നത്? പുറമേയുള്ള കാര്യങ്ങൾ, സമ്പത്ത്, ഭൂമിയിലെ സാധാരണ സംഭവങ്ങൾ, അത്രയുള്ളൂ. എന്നാൽ ആത്മീയ കാഴ്ച അങ്ങനെയല്ല. അതൊരു വ്യക്തിയുടെ ഹൃദയത്തെ വിലയിരുത്താനും ശരിയായ ദൈവിക സ്വഭാവം മനസ്സിലാക്കാനും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനും നമ്മെ സഹായിക്കുന്നു. ഈ ജീവികളുടെ ശരീരത്തിലുള്ള കണ്ണുകൾ ഈ ആത്മീയ കാഴ്ചയുടെ അടയാളമാണ്. ഈ കണ്ണുകൾ സത്യത്തിൽ സർവജ്ഞാനത്തെയാണ്, അതായത് സകലതും അറിയാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുടനീളമുള്ള നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും കാണാനുള്ള ദൈവത്തിന്റെ അപാരമായ കഴിവ്. ദൈവത്തിന്റെ കണ്ണുകൾ എപ്പോഴും സകലയിടത്തും മനുഷ്യരുടെ വഴികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ പ്രതീകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ശരിക്കും എന്തിനാണ് ഈ ആത്മീയ കണ്ണുകൾ? മനുഷ്യന്റെ വിവേകം തുറക്കുക, സത്യം അന്വേഷിക്കുന്നവർക്ക് ശരിയായ ജ്ഞാനം നൽകുക, ദൈവത്തിന്റെ സ്വഭാവം തിരിച്ചറിയുക, പിന്നെ ഏറ്റവും പ്രധാനമായി അവസാന കാലത്ത് കള്ളപ്രവാചകന്മാരെയും എതിർ ക്രിസ്തുവിനെയും വിവേചിച്ചറിയുക. ഈ ഒരു കാഴ്ച വെറും സ്വർഗീയ ജീവികൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാൻ സാധാരണ മനുഷ്യർക്കും ആവശ്യമുള്ള ജ്ഞാനത്തിന്റെ പ്രതീകം കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് മറഞ്ഞിരിക്കുന്ന അഗാധമായ അർത്ഥങ്ങൾ കാണാൻ സഹായിക്കുന്ന ഇത്തരം ആത്മീയ കണ്ണുകൾ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ? ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം സത്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ പുരാതനമായ പ്രതീകങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി.